ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് LDC പാലക്കാട് ജില്ലയിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. 2011 LDC. ഇതിൻ്റെ മുൻപത്തെ കുറേ ചോദ്യങ്ങൾ നമ്മൾ നോക്കിയിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദേശീയ ഗ്രാമീണ ആരോഗ്യ പരിപാടിയുടെ ഭാഗമായി ഓരോ ജില്ലകളിലും നിയമിക്കപ്പെടുന്ന അംഗീകൃത സാമൂഹ്യ ആരോഗ്യ പ്രവർത്തകർ. ആശ എന്ന പേരിലാണ് ദേശീയ ഗ്രാമീണ ആരോഗ്യ പരിപാടിയുടെ ഭാഗമായി ഓരോ ജില്ലയിലും നിയമിക്കപ്പെടുന്ന അംഗീകൃത സാമൂഹ്യ ആരോഗ്യ പ്രവർത്തകർ അറിയപ്പെടുന്നത്. ASHA. ആശയുടെ പൂർണ്ണരൂപം അക്രഡിറ്റ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണ്. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. അതിൻ്റെ ലക്ഷ്യങ്ങൾ ഇതൊക്കെയാണ്: മാതൃശിശു സംരക്ഷണം ഉറപ്പാക്കുക, പ്രാഥമിക വൈദ്യസഹായം എത്തിക്കുക, പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക, ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിന് സമൂഹത്തെ സജ്ജമാക്കുക. ഇവയെല്ലാമാണ് ആശാ വർക്കർമാരുടെ ജോലി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ബാലഗ്രാമ പഞ്ചായത്ത്. നെടുമ്പാശ്ശേരി. നെടുമ്പാശ്ശേരിയാണ് കേരളത്തിലെ ആദ്യത്തെ ബാലഗ്രാമ പഞ്ചായത്ത്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത് ആര്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി. KG ബാലകൃഷ്ണൻ. KG ബാലകൃഷ്ണനാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യത്തെ മലയാളി. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും KG ബാലകൃഷ്ണനായിരുന്നു. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. കേരളത്തിൽ ബന്ധു നിരോധനവുമായി ബന്ധപ്പെട്ട് സുപ്രധാന വിധിയിൽ ഒപ്പുവെച്ച ഹൈക്കോടതി ജഡ്ജി KG ബാലകൃഷ്ണനാണ്. ജസ്റ്റിസ് YV ചന്ദ്രചൂഡിന് ശേഷം കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ച വ്യക്തിയും KG ബാലകൃഷ്ണനാണ്. ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് HJ കനിയായിരുന്നു. HJ കനിയായിരുന്നു ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി P ഗോവിന്ദമേനോനാണ്. P ഗോവിന്ദമേനോനാണ് സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി. ഒന്നാം കേരള മന്ത്രിസഭയിൽ നിയമം, ഇലക്ട്രിസിറ്റി വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നത് ജസ്റ്റിസ് VR കൃഷ്ണയ്യരായിരുന്നു. ജസ്റ്റിസ് VR കൃഷ്ണയ്യരായിരുന്നു ഒന്നാം കേരള മന്ത്രിസഭയിൽ നിയമം, ഇലക്ട്രിസിറ്റി വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി. പ്രസിഡന്റ് പദവിയിലേക്ക് മത്സരിച്ച ആദ്യ മലയാളിയും ജസ്റ്റിസ് VR കൃഷ്ണയ്യരാണ്. പ്രസിഡന്റ് പദവിയിലേക്ക് മത്സരിച്ച ആദ്യ മലയാളിയും ജസ്റ്റിസ് VR കൃഷ്ണയ്യരാണ്. ഭരണപരവും രാഷ്ട്രീയപരവുമായ സ്ഥാനങ്ങൾ വഹിച്ച ശേഷം സുപ്രീം കോടതി ജഡ്ജിയായ ഒരേ ഒരു വ്യക്തിയാണ് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. കേരള സർക്കാർ 2004 ആരംഭിച്ച ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്നവിടെ? കൊച്ചി. കൊച്ചിയിലാണ് കേരള സർക്കാർ 2004 ആരംഭിച്ച ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. കേരള സർക്കാർ കൊച്ചിയിൽ വികസിപ്പിച്ചെടുത്ത IT പാർക്ക് ഇൻഫോ പാർക്കാണ്. കേരള സർക്കാർ കൊച്ചിയിൽ വികസിപ്പിച്ചെടുത്ത IT പാർക്ക് ഇൻഫോ പാർക്കാണ്. ഇൻ്റർനെറ്റ് ഗേറ്റ്വേ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് കൊച്ചിയാണ്. ഇൻ്റർനെറ്റ് ഗേറ്റ്വേ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് കൊച്ചിയാണ്. കേരളത്തിൽ സ്മാർട്ട് സിറ്റി നടപ്പിലാക്കുന്നത് കൊച്ചിയിലായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കാര്യവട്ടം, തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തെ കാര്യവട്ടത്താണ് കേരളത്തിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ IT നഗരം എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂരാണ്. ഇന്ത്യയുടെ IT നഗരം ബാംഗ്ലൂരാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അർദ്ധസൈനിക വിഭാഗം? CRPF. CRPF ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അർദ്ധസൈനിക വിഭാഗം. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്നാണ് CRPFൻ്റെ പൂർണ്ണരൂപം. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്. CRPF സ്ഥാപിതമായത് 1939 ആസ്ഥാനം ന്യൂഡൽഹിയാണ്. 1939 സ്ഥാപിതമായി. ആസ്ഥാനം ന്യൂഡൽഹി. വനിതാ ബറ്റാലിയൻ നിലവിൽ വന്ന ആദ്യത്തെ അർദ്ധസൈനിക വിഭാഗമാണ് CRPF. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായുള്ള CRPFൻ്റെ അനുബന്ധ ഘടകമാണ് ഗ്രീൻ ഫോഴ്സ്. CRPFൻ്റെ കേരളത്തിലെ പരിശീലന കേന്ദ്രം തിരുവനന്തപുരത്തെ പള്ളിപ്പുറമാണ്. തിരുവനന്തപുരത്തെ പള്ളിപ്പുറമാണ് CRPFൻ്റെ കേരളത്തിലെ പരിശീലന കേന്ദ്രം. ലോകത്തിലെ ഏറ്റവും വലിയ അർദ്ധസൈനിക വിഭാഗം ചൈനയുടെ പീപ്പിൾസ് ആംഡ് ഫോഴ്സാണ്.
ചൈനയുടെ പീപ്പിൾസ് ആംഡ് ഫോഴ്സാണ് ലോകത്തിലെ ഏറ്റവും വലിയ അർദ്ധസൈനിക വിഭാഗം. അർദ്ധസൈനികരുടെ കാര്യത്തിൽ ലോകത്തിൽ 2ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഇന്ത്യ. അർദ്ധസൈനികരുടെ കാര്യത്തിൽ ലോകത്തിൽ 2ാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന അർദ്ധസൈനിക വിഭാഗം ആസാം റൈഫിൾസാണ്. ആസാം റൈഫിൾസാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന അർദ്ധസൈനിക വിഭാഗം. ഇത് 1835 സ്ഥാപിതമായി. ആസ്ഥാനം ഷില്ലോങ് ആണ്, മേഘാലയയിലെ ഷില്ലോങ്. ആസാം റൈഫിൾസ് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് കച്ചാർ ലെവി എന്ന പേരിലായിരുന്നു. കച്ചാർ ലെവി എന്ന പേരിലായിരുന്നു ആസാം റൈഫിൾസ് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത്. വടക്കുകിഴക്കിൻ്റെ കാവൽക്കാർ എന്നറിയപ്പെട്ടിരുന്ന അർദ്ധസൈനിക വിഭാഗമാണ് ആസാം റൈഫിൾസ്. വടക്കുകിഴക്കിൻ്റെ കാവൽക്കാർ. കാശ്മീരിലെ ഭീകരപ്രവർത്തനങ്ങൾ തടയാനായി 1990 തുടങ്ങിയ അർദ്ധസൈനിക വിഭാഗമാണ് രാഷ്ട്രീയ റൈഫിൾസ്. രാഷ്ട്രീയ റൈഫിൾസ് കാശ്മീരിലെ ഭീകരപ്രവർത്തനങ്ങൾ തടയാനായി 1990 തുടങ്ങിയ അർദ്ധസൈനിക വിഭാഗമാണ്. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ITBP സ്ഥാപിതമായത് 1962 ഒക്ടോബർ 24 ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സിൻ്റെ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് മസൂറിയാണ്, ഉത്തരാഖണ്ഡിലെ മസൂറി. പർവ്വത പ്രദേശങ്ങളിലെ സൈനിക നീക്കങ്ങൾക്ക് പ്രത്യേക പരിശീലനം ലഭിച്ച സേനയാണ് ITBP, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെ? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഡൽഹി സിംഹാസനത്തിലിരുന്ന ആദ്യ വനിത സുൽത്താന റസിയ ഏത് രാജവംശത്തിൽപ്പെട്ടതാണ്? അടിമ വംശം. ഡൽഹി സിംഹാസനത്തിലിരുന്ന ആദ്യ വനിതയായ സുൽത്താന റസിയ അടിമവംശത്തിൽപ്പെട്ടതായിരുന്നു. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം രാജവംശമാണ് അടിമവംശം. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം രാജവംശം. അടിമവംശം സ്ഥാപിച്ചത് മുഹമ്മദ് ഗോറിയുടെ അടിമയായിരുന്ന കുത്തബ്ദീൻ ഐബക്കാണ്. അടിമവംശം സ്ഥാപിച്ചത് മുഹമ്മദ് ഗോറിയുടെ അടിമയായിരുന്ന കുത്തബ്ദീൻ ഐബക്കാണ്. അടിമവംശത്തിലെ ഇൽത്തുമിഷിൻ്റെ പ്രശസ്തയായ പുത്രിയാണ് സുൽത്താന റസിയ. ഇൽത്തുമിഷിൻ്റെ പുത്രിയാണ് സുൽത്താന റസിയ. സുൽത്താന റസിയയുടെ അടിമയാണ് ജലാലുദ്ദീൻ യാക്കൂബ്. ജലാലുദ്ദീൻ യാക്കൂബ് സുൽത്താന റസിയയുടെ അടിമയാണ്. സുൽത്താന റസിയെ വിവാഹം ചെയ്ത മുസ്ലിം പ്രഭു അൽത്തൂനിയാണ്. അൽത്തൂനിയ. ഖിൽജി വംശത്തിലെ പ്രശസ്തനായ ഭരണാധികാരി അലാവുദ്ദീൻ ഖിൽജിയാണ്. അലാവുദ്ദീൻ ഖിൽജി. തുഗ്ലക് വംശസ്ഥാപകൻ ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ്. ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ് തുഗ്ലക് വംശസ്ഥാപകൻ. തുഗ്ലക് വംശത്തിലെ പ്രശസ്തനായ ഭരണാധികാരി മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്. ലോധി വംശസ്ഥാപകൻ ബഹ്ലുൽ ലോധിയാണ്. ബഹ്ലുൽ ലോധിയാണ് ലോധി വംശ സ്ഥാപകൻ. ലോധി വംശത്തിലെ പ്രധാന ഭരണാധികാരി സിക്കന്ദർ ലോധിയാണ്. സിക്കന്ദർ ലോധി. ഇന്ത്യയിലെ മുസ്ലിം രാജവംശങ്ങൾ യഥാക്രമം അടിമവംശം, ഖിൽജി വംശം, തുഗ്ലക് വംശം, സയ്യിദ് വംശം, ലോധി വംശം എന്നിങ്ങനെയാണ്. പ്രാചീന കാലത്ത് കേരളം ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന രാജവംശം ചേരന്മാർ. ചേര രാജവംശമായിരുന്നു പ്രാചീന കാലത്ത് കേരളം ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഭരിച്ചിരുന്നത്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന സസ്യശാസ്ത്ര ഗ്രന്ഥം ആരുടെ സംഭാവനയാണ്? ഡച്ചുകാർ. ഡച്ചുകാരുടെ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന സസ്യശാസ്ത്ര ഗ്രന്ഥം. പ്രൊജക്റ്റ് ആരോ എന്ന സംരംഭം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? തപാൽ. തപാൽ മേഖലയുമായി ബന്ധപ്പെട്ടതാണ് പ്രൊജക്റ്റ് ആരോ. ലോകത്ത് ഏറ്റവും വലിയ തപാൽ ശൃംഖലയുള്ള രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിൽ തപാൽ സംവിധാനം നിലവിൽ വന്നത് 1766 റോബർട്ട് ക്ലൈവിൻ്റെ കാലത്താണ്. 1766 റോബർട്ട് ക്ലൈവിൻ്റെ കാലത്ത്. ഇന്ത്യയിൽ ആദ്യത്തെ ജനറൽ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് 1774 കൊൽക്കത്തയിലാണ്. ചാർമിനാർ സ്ഥിതി ചെയ്യുന്നവിടെ? ഹൈദരാബാദ്. ഹൈദരാബാദിലാണ് ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത്. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ ഏത് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? സെക്കൻഡറി വിദ്യാഭ്യാസം. സെക്കൻഡറി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ്?
നെടുമ്പാശ്ശേരി. നെടുമ്പാശ്ശേരിയിലാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തത് KR നാരായണനാണ്. KR നാരായണൻ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായി ഉയർത്തിയത് 2000 ജൂൺ 11-നാണ്. 2000 ജൂൺ 11-ന്. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് സിയാൽ നിലവിൽ വന്നത് 1994-ലാണ്. സിയാലിൻ്റെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ കേരള മുഖ്യമന്ത്രിയായിരിക്കും. കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം തിരുവനന്തപുരമാണ്. ഇന്ത്യൻ വ്യോമ ഗതാഗതത്തിൻ്റെ പിതാവ് JRD ടാറ്റയാണ്. JRD ടാറ്റ. ലോകത്തിലെ ഏക ജൂതരാഷ്ട്രം ഇസ്രായേൽ. ഇസ്രായേലാണ് ലോകത്തിലെ ഏക ജൂതരാഷ്ട്രം. മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയ കെട്ടിടമെന്ന് അവകാശപ്പെടുന്ന ബുർജ് ഖലീഫ എവിടെയാണ്? ദുബായ്. ദുബായിലാണ് മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയ കെട്ടിടമെന്ന് അവകാശപ്പെടുന്ന ബുർജ് ഖലീഫ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഉയരം 828 മീറ്ററാണ്. 828 മീറ്ററാണ് ബുർജ് ഖലീഫയുടെ ഉയരം. ബുർജ് ഖലീഫയുടെ ഡിസൈനർ അഡ്രിയാൻ സ്മിത്ത് ആണ്. അഡ്രിയാൻ സ്മിത്ത്. ഹിമാദ്രി എന്ന പര്യവേഷണ കേന്ദ്രം ഭൂമിയുടെ ഏത് മേഖല കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്? ആർട്ടിക് പ്രദേശം. ഹിമാദ്രി എന്ന പര്യവേഷണ കേന്ദ്രം ഭൂമിയുടെ ആർട്ടിക് പ്രദേശം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങൾ ഏറ്റവും സ്വാധീനിക്കുന്നത് ധ്രുവപ്രദേശങ്ങളിലാണ്. ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങൾ ഏറ്റവും സ്വാധീനിക്കുന്നത് ധ്രുവപ്രദേശങ്ങളാണ്. ഉത്തരായന രേഖ 23 ഡിഗ്രി വടക്ക് അക്ഷാംശരേഖയ്ക്കും ദക്ഷിണായന രേഖ 23 ഡിഗ്രി തെക്ക് അക്ഷാംശരേഖയ്ക്കും ഇടയിലുള്ള മേഖലയാണ് ഉഷ്ണമേഖല. ഉഷ്ണമേഖല എന്നാൽ ഉത്തരായന രേഖ അതായത് 23 ഡിഗ്രി വടക്ക് അക്ഷാംശരേഖയ്ക്കും ദക്ഷിണായന രേഖ അതായത് 23 ഡിഗ്രി തെക്ക് അക്ഷാംശരേഖയ്ക്കും ഇടയിലുള്ള മേഖലയാണ് ഉഷ്ണമേഖല. ഉത്തരായന രേഖയ്ക്കും ആർട്ടിക് വൃത്തത്തിനും അതായത് 66 ഡിഗ്രി വടക്ക് അക്ഷാംശത്തിനും ദക്ഷിണായന രേഖയ്ക്കും അന്റാർട്ടിക് വൃത്തത്തിനും അതായത് 66 ഡിഗ്രി തെക്ക് അക്ഷാംശരേഖയ്ക്കും ഇടയിലുള്ള മേഖലയാണ് മിതോഷ്ണ മേഖല. മത്സ്യസമുദ്ര ശാസ്ത്ര പഠനത്തിനായി കേരളത്തിൽ ആരംഭിച്ച സർവകലാശാലയുടെ ആസ്ഥാനം? കൊച്ചി. കൊച്ചിയാണ് മത്സ്യസമുദ്ര ശാസ്ത്ര പഠനത്തിനായി കേരളത്തിൽ ആരംഭിച്ച സർവകലാശാലയുടെ ആസ്ഥാനം. ഈ സർവകലാശാലയുടെ പേര് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസ് എന്നാണ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസ്. അടിസ്ഥാന മനുഷ്യാവകാശങ്ങളിൽ ഒന്നായി 2010 UN പ്രഖ്യാപിച്ചത്? ശുദ്ധജലത്തിനും ശുചിത്വത്തിനുള്ള അവകാശം. ശുദ്ധജലത്തിനും ശുചിത്വത്തിനുള്ള അവകാശമാണ് അടിസ്ഥാന മനുഷ്യാവകാശങ്ങളിൽ ഒന്നായി 2010 UN പ്രഖ്യാപിച്ചത്.